ഹായ് ഓൾ, ഇന്നത്തെ എൻ്റെ മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് 4:45 കേട്ടോ. ഈ ഒരു ടൈമിൽ ഇവിടെ ആരും എണിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് എല്ലാ കാര്യത്തിനും പുറത്ത് തന്നെ വരണം കേട്ടോ. അരി കഴുകാനാണെങ്കിലും അതുപോലെ തന്നെ പാത്രം കഴുകാനാണെങ്കിലും വെള്ളം എടുക്കാനും എല്ലാത്തിനും പുറത്ത് തന്നെ വരണം കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ പുറത്ത് വരുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയാണ്. കാരണം ആരും എണിച്ചിട്ടുണ്ടാവില്ല, ചുറ്റും ഇരുട്ടായിരിക്കും. വീടിന് ചുറ്റും നമുക്ക് ലൈറ്റ് ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ പേടിയാണ് കേട്ടോ. അപ്പോൾ ഇത് പതിവ് പോലെ തന്നെ അരി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തുണിയെല്ലാം മുക്കിയിട്ടു കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ കറി വയ്ക്കാൻ പോകുന്നത് ചൊരയ്ക്കുപ്പേരിയാണ്. ചൊരയ്ക്കുപ്പേരിയും വെച്ചിട്ട് കൈപ്പയ്ക്ക വറുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള ചായ എല്ലാം എടുത്തു. അപ്പോൾ ചൊരയ്ക്ക് മൂത്തിട്ടില്ല കേട്ടോ, പിഞ്ച് ചൊരയ്ക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ഒരു കുരു കളഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് മുറിച്ചിട്ട് ഞാനത് വേവിക്കാൻ വെച്ചു. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചു കേട്ടോ. ഇത് പെട്ടെന്ന് വേകുന്ന സാധനമാണ്. അപ്പോൾ അത് വേകട്ടെ കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഈ കപ്പയ്ക്ക് ഒന്ന് വറുക്കാനുള്ളത് മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വട്ടത്തിലാണ് മുറിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുരുവെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് ഈ ചൊരയ്ക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. ചൊരയ്ക്ക് വേഗം വേകുന്ന സാധനമാണ്. അടിപൊളി ടേസ്റ്റാണ്. സാധാ ചൊരയ്ക്കിനെയും വെച്ച് ചട്ടി ചൊരയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് കടുകിട്ട് അത് പൊട്ടിയ ശേഷം അതിലേക്ക് ചെറിയ ഉള്ളിയിട്ട് കറിവേപ്പിലയിട്ട് നമ്മൾ വേവിച്ച് വെച്ച് ഈ ചുരക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൂടി വെച്ചു. പിന്നെ അതേ സെയിം ചട്ടി തന്നെ ഞാനിത് ഈ കപ്പയ്ക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വേവിച്ചിട്ടാണ് കേട്ടോ അത് വറുക്കുന്നത്. എപ്പോഴും വീട്ടിൽ ഉമ്മ പറയുമേ കൈപ്പയ്ക്ക് വറുക്കാൻ വയ്ക്കുമ്പോൾ നിറയെ ഉപ്പും മുളക് പൊടി ഇടണമെന്ന്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത് നന്നായി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം കൈപ്പയ്ക്ക് നല്ല കയ്പ്പല്ലേ. അപ്പോൾ നല്ലവണ്ണം ഉപ്പും മുളക് പൊടി ഇട്ടാൽ അത് അതിൻ്റെ ഇതിലേക്ക് ഉപ്പും മുളകൊക്കെ പിടിക്കുള്ളൂ കേട്ടോ. അപ്പോഴേക്കും അത് വെന്തിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. പിന്നെ അതിന് ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡാലിയൻ ചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ നമ്മൾ വേവിച്ച് വെച്ച് ഈ കൈപ്പയ്ക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പച്ചക്കറിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെടിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഒരുപാടൊന്നും പച്ചക്കറിൻ്റെ വേസ്റ്റ് ഇടാൻ പറ്റില്ല. കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കും. ബാക്കി നമ്മൾ പുറത്ത് എവിടെയും കൊണ്ട് കളയും കേട്ടോ. അപ്പോഴേക്കും ഇത് നമ്മുടെ കൈപ്പയ്ക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഇത് മുരിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് പച്ച കൈപ്പയ്ക്ക് ആയതുകൊണ്ടാണ് തോന്നുന്നു മുരിഞ്ഞ് വന്നിട്ടില്ല. ഇങ്ങനെ ഈ ഒരു ടൈപ്പിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ വേറെ കൈപ്പയ്ക്കാണ് വെച്ച് നല്ലോണം മുരിയും കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയി അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് തുണികളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം അതിനെയൊക്കെ ഒന്ന് വിരിച്ചിട്ടു കേട്ടോ. പിന്നെ ഞാൻ ഉള്ളൊക്കെ ഒന്ന് വേഗം അടിച്ച് തുടച്ചു. ഇത് കണ്ട് മോനാണ് കേട്ടോ. മോൻ നേരത്തെ എണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മോൻ വന്ന് കളിക്കുന്നു. അതാണ് കേട്ടോ ഇവിടെ ഫുട്ബോളെല്ലാം കിടക്കുന്നത്. പിന്നെ മോൻ തുടയ്ക്കുന്നതിൻ്റെ ഇടയിൽ മോൻ വന്നിട്ട് TV വെച്ച് തരാൻ പറഞ്ഞു. ഇപ്പോൾ വന്നിട്ട് മഞ്ചാടിയാണ് കേട്ടോ കാണുന്നത്. എപ്പോഴും മോൻ വന്നിട്ട് GTA 5 ആണ് കാണുന്നത്. മോൾ എണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വേഗം ഒന്ന് ഗ്യാസൊക്കെ ഒന്ന് തുടച്ചു. ചോറും കറി എല്ലാം ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ വേഗം ഒന്ന് ഗ്യാസൊക്കെ തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം അതൊക്കെ തുടച്ച് വിട്ടു. പിന്നെ ഇത് മോളുടെ ലഞ്ച് ബോക്സ് എല്ലാം പൊതിഞ്ഞു വാട്ടർ ബോട്ടിലെല്ലാം വെള്ളമാക്കി കേട്ടോ. ഇന്ന് മോൾക്ക് ഷൂ ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞ്. പിന്നെ അവിടെ ഒരു സോക്സ് കിടക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പിന്നെ ഓട്ടോ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ റെഡിയായി ഇറങ്ങുമ്പോഴേക്കും ഓട്ടോ നേരത്തെ വന്നേ. അങ്ങനെ ഈ ഓട്ടോ വന്ന് മോള് പോയിട്ടുണ്ട്. പിന്നെ ഈ മോളിനെ അയച്ചു വിട്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ് കേട്ടോ. മോൻ്റെ മുഖത്ത് എന്തോ സാധനം തട്ടി കൊണ്ട് മോൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ചോറും രസവും ഉണ്ടായിരുന്നു, ചൊരയ്ക്കുപ്പേരി, വെളുത്തുള്ളി അച്ചാർ, കൈപ്പയ്ക്ക വറുത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാമേ. ബൈ ബൈ, സീ യു.